ഹലോ, ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത അരിപ്പൊടി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത അരിപ്പൊടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട തികച്ചും ഓപ്ഷനാണ്, വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഷേപ്പ് ആക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ സ്നാക്കും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്.